വിവിധ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാലത്തിന്റെ അടയാളങ്ങളായ ഏതാനും സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും പരിശുദ്ധ ബൈബിളിലെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാഗ്ദാനമാണ് അവിടുത്തെ പ്രത്യാഗമനം. നമ്മെ അനശ്വരരാക്കി തൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും വരുമെന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ദ്വിതീയാഗമനവും യുഗാന്ത്യവും സംഭവിക്കുന്ന കാലഘട്ടം നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുമോ? ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതുമായ ഒരു വിഷയമാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരുമെന്നും ആ ദിവസമോ മണിക്കൂറോ ദൈവപുത്രന് പോലും അറിയാത്ത ഒരു രഹസ്യമാണെന്നും സഭകൾ പഠിപ്പിക്കുന്നു. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങളിൽ നിന്നും താൻ വാതിൽക്കൽ സമീപത്ത് എത്തി എന്ന് തിരിച്ചറിയാനാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്തത്. പാപത്തിലായിരിക്കുന്നവർക്കും ആത്മീയ അന്ധകാരത്തിൽ വസിക്കുന്നവർക്കും മാത്രമാണ് കർത്താവിൻ്റെ ദിനം ഒരു കള്ളനെ പോലെ വരുന്നതെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ദൈവവചനത്തിന്റെ പ്രകാശത്തിലായിരിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അടയാളങ്ങൾ ദൈവപുത്രൻ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പ്രത്യാഗമനം വിളിച്ചറിയിക്കുന്നു. എന്താണ് കാലത്തിന്റെ അടയാളങ്ങൾ? എന്താണ് അവയുടെ പ്രസക്തി? എന്തിനാണ് ദൈവം നമ്മെ കാലത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നത്? കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ സംഭവങ്ങളാണ് കാലത്തിന്റെ അടയാളങ്ങൾ. കാലത്തിന്റെ അടയാളങ്ങളായി സംഭവിക്കേണ്ട ഇവ ഓരോന്നും പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി, ജനസമൂഹങ്ങൾ, ക്രിസ്തീയ സഭകൾ, ആകാശഗോളങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ അടയാളങ്ങൾ നൽകപ്പെടുമെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ജ്ഞാനമുള്ളവർക്ക് ഈ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും. അടയാളങ്ങളായി നാം ഇപ്പോൾ കാണുന്നതിന് സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെ കാലത്തിന്റെ അടയാളങ്ങളാകും? കാലത്തിന്റെ അടയാളങ്ങളായി ദൈവവചനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ വിവിധ മേഖലകളിൽ ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് അവ കാലത്തിന്റെ അടയാളങ്ങളായി മാറുന്നത്. ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും മറ്റും ഇതിനു മുമ്പും ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവയുടെ തീവ്രതയും ആവർത്തനവും ഇന്ന് അടിക്കടി വർദ്ധിച്ചു വരുന്നു. എന്തിനാണ് ദൈവം നമ്മെ അടയാളങ്ങൾ കാണിക്കുന്നത്? നീതിബോധവും ദൈവഭയവുമുള്ള ഒരു ജനതയെ മറ്റു ജനതകളിൽ നിന്നും വേർതിരിച്ച് ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് ദൈവം അടയാളങ്ങൾ കാണിക്കുന്നത്. ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈ അടയാളങ്ങൾ. ദൈവപുത്രൻ യേശു ക്രിസ്തു സമീപത്തെത്തി എന്ന് തിരിച്ചറിയുന്നതിനും മാനസാന്തരപ്പെട്ട് ആസന്നമായ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനുമാണ് ദൈവം അടയാളങ്ങൾ കാണിക്കുന്നത്. പരിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിൽ നിരവധി ദൈവിക പ്രവൃത്തികൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയിൽ മിക്കവയും കഥകളാണെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അവയൊന്നും കഥകളല്ലെന്നും യഥാർത്ഥ സംഭവങ്ങളാണെന്നും ദൈവം ശാസ്ത്രജ്ഞരിലൂടെയും തെളിയിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം നമുക്ക് കാണാം. ദൈവപിതാവ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ പിളർത്തി മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന രക്ഷാകര ചരിത്രമാണ് പുറപ്പാട് ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. എന്നാൽ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അതിനു നടുവിലൂടെ ദൈവജനത്തെ മറുകര എത്തിച്ചു എന്ന് പറയുന്നത് സങ്കല്പകഥയും അതിശയോക്തിയുമാണെന്ന് ഇന്നത്തെ സഭകൾ പഠിപ്പിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഔദ്യോഗിക പണ്ഡിതരിൽ പ്രധാനികളായിരുന്ന കാൾ റാനർ, വാൾട്ടർ കാസ്പർ തുടങ്ങിയവരുടെ ശിഷ്യനും കത്തോലിക്കാ സഭയുടെ സെമിനാരികളിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായ
ഡോക്ടർ സിപ്രിയൻ എല്ലിക്കമുറി എഴുതിയ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നിഷേധിക്കുന്നു. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ജലപ്രളയം, സോദോം ഗമോറായുടെ ശിക്ഷ, ലോത്തിന്റെ ഭാര്യയുടെ ഉപ്പുതൂണായുള്ള മാറ്റം, ഇവയൊക്കെ അക്ഷരാർത്ഥത്തിലുള്ള ചരിത്ര സംഭവങ്ങളല്ല, പിന്നെയോ ചില രക്ഷാകര സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ദൃഷ്ടാന്ത കഥകളും സങ്കല്പ കഥകളുമാണ് എന്നത്രേ കത്തോലിക്കരും അക്കത്തോലിക്കരുമായ ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ നിന്നും മറ്റൊരു ഉദ്ധരണി: ഏതായാലും ഒരു കാര്യം തീർച്ചയായും നമുക്ക് പറയുവാൻ കഴിയും. മോശയും അനുയായികളും കടന്നത് ചെങ്കടലോ അക്കാബ ഉൾക്കടലോ സൂയസ് ഉൾക്കടലോ അല്ല. പ്രത്യുത സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്തിനും മെഡിറ്ററേനിയൻ കടലിനുമിടയ്ക്കുള്ള ചെറിയ കരയിടുക്കിൽ എവിടെയോ സ്ഥിതി ചെയ്തിരുന്നതും ഈറൽ വളരുന്ന തീരങ്ങളോട് കൂടിയതുമായ ആഴം കുറഞ്ഞ ഒരു ജലാശയ ഭാഗമായിരുന്നു. വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ അത്യുക്തിയായിട്ട് വേണം അത് മനസ്സിലാക്കുവാൻ. കത്തോലിക്ക പുരോഹിതരെ വാർത്തെടുക്കുന്ന ലോകപ്രശസ്തമായ വടവാതൂർ മേജർ സെമിനാരിയിലെ വിഖ്യാത ദൈവശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ ജോസഫ് കോട്ടക്കലിന്റെ പുറപ്പാടിന് ഒരു വ്യാഖ്യാനം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്: ഇതനുസരിച്ച് ഫറവോയുടെ കുതിരപ്പട്ടാളം ഇസ്രായേൽ ജനത്തെ കണ്ടെത്തുമ്പോൾ അവർ ആഴം കുറഞ്ഞ ചതുപ്പ് പ്രദേശത്തിന് സമീപം കൂടാരമടിച്ചിരിക്കുകയായിരുന്നു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആ അവസരത്തിൽ തന്നെ ശക്തിയായ കാറ്റും മഴയും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായി. നേരം രാത്രിയുമായിരുന്നു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇസ്രായേൽ ജനം ചെളിയിലും വെള്ളത്തിലും കൂടി മറുകരയ്ക്കോടി. കുതിരപ്പട്ടാളം അവരെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കാരണം കുതിരകളുടെ കാലുകൾ ചെളിയിൽ താഴുകയും പടയാളികൾ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അങ്ങനെ പലരും മരിക്കാനും ഇടവന്നു. ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മറുകര പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ പുറപ്പാട് 14 അധ്യായം 21 മുതൽ 30 വരെയുള്ള ദൈവവചന ഭാഗം പരിശോധിച്ചാൽ ഇത് സത്യത്തിന് വിരുദ്ധമായ പ്രബോധനമാണെന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, ശാസ്ത്രീയ ഗവേഷണങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു വശത്ത് 3000 അടിയും മറുവശത്ത് 5000 അടിയും ആഴമുള്ള ചെങ്കടലിലെ ഒരു ഭാഗത്തിന് നടുവിലായി 60 മുതൽ 200 വരെ അടി താഴ്ചയുള്ള ഒരു ഭാഗത്തുകൂടിയാണ് ദൈവപിതാവ് ഇസ്രായേൽ ജനത്തെ മറുകരയിലേക്ക് നയിച്ചതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. ഇന്റർ ഡിസിപ്ലിനറി ബിബ്ലിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്വീഡനിലെ കാരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേതൃത്വത്തിലുള്ള ഒരു പര്യവേഷണ സംഘം ഈ സമുദ്രാന്തർ ഭാഗത്ത് നടത്തിയ പര്യവേഷണങ്ങളിൽ പുറപ്പാടിന്റെ കാലത്ത് ഈജിപ്തിൽ പ്രചാരത്തിലിരുന്ന തരത്തിലുള്ള രഥങ്ങളുടെ അവശിഷ്ടങ്ങളും പവിഴപ്പുറ്റിനാൽ മൂടപ്പെട്ട രഥചക്രങ്ങളും കുതിരക്കുളമ്പിന്റെയും മനുഷ്യാസ്ഥിയുടെയും അവശിഷ്ടങ്ങളും ഇസ്രായേൽ ജനം കടന്നുപോയ വഴിത്താരയിലുടനീളം കണ്ടെത്തുകയുണ്ടായി. The chariot wheel with 6 spokes was the most widely used by the Egyptians. സങ്കീർത്തനം 78:13 ദൈവം ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു, ജലത്തെ കുന്നുപോലെ നിർത്തി. ജ്ഞാനത്തിന്റെ പുസ്തകം 10 അധ്യായം 18 ഇപ്രകാരം പറയുന്നു: അവരെ അഗാധമായ ജലത്തിന്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു. സഭകൾ പറയുന്നു, ചെങ്കടൽ പിളർത്തിയിട്ടില്ല, ഈജിപ്തുകാരെ ജലത്തിൽ മുക്കിക്കൊന്നില്ല. ഇവയെല്ലാം സാങ്കല്പിക കഥകളാണ്, അതിശയോക്തികളാണ്. ആര് പറയുന്നതാണ് സത്യം? ദൈവവചനമാണ് സത്യമെന്ന് തെളിയിക്കാൻ ദൈവപിതാവ് ഈ തെളിവുകൾ ദൈവമക്കൾക്കായി അവശേഷിപ്പിച്ചിരിക്കുന്നു. അവർക്ക് കടന്നുപോകാൻ കടലിനെ വിഭജിച്ചു, അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. സങ്കീർത്തനങ്ങൾ 78:13. അവസാന നാളുകളിൽ തന്റെ പ്രത്യാഗമനത്തിന് മുൻപ് അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെടുമെന്നും അവർ ജനത്തെ വഴിതെറ്റിക്കുമെന്നും യേശു ക്രിസ്തു പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ലോകത്ത് 19-ലധികം വ്യാജക്രിസ്തുമാരുണ്ട്. അവർ ഓരോരുത്തരും
താനാണ് രണ്ടാമത് വന്ന ക്രിസ്തു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരിൽ ചിലരെ നമുക്ക് കാണാം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. മത്തായി 24:4-5. റഷ്യയിലെ സൈബീരിയയിലുള്ള സെർജി ടൊറോവ്, ഇംഗ്ലണ്ടിലുള്ള ഡേവിഡ് ഷൈലർ, ഫിലിപ്പീൻസിൽ നിന്നുള്ള അപ്പോളോ കുബുലോയ്, അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ജോസ് ഡി ലൂയി മിറന്ത, ഓസ്ട്രേലിയയിലുള്ള അലൻ ജോൺ മില്ലർ, ബ്രസീലിലുള്ള ഇൻഡ്രി ക്രിസ്റ്റോ, Любить, учиться друг друга люди должны. Do you believe in Judgment Day? Есть время, определенный период времени, за который должна решаться судьба человеческого общества всего на Земле. That doesn't bother me because I was chosen by God. The former British intelligence agent says his body was filled with the Spirit of Jesus in 2007, a conviction which intensifies on a visit to Jerusalem. We're in the Church Holy Sepulchre, and this behind me is supposed to be the tomb of Christ. Well, I'm Christ, I'm not in the tomb, I'm not dead yet. അറുപത് ലക്ഷത്തോളം ജനങ്ങൾ അപ്പോളോ കുബുലോയെ ദൈവപുത്രനായി ആരാധിക്കുന്നു. Prove to me that you are a son of God. But that is not a sentiment shared by Pastor Apollo Quiboloy, the most successful of the world's self-labeled saviors. The official coming of the Son of God was in April 13, 2005. He was an obscure evangelist from the rural Philippines until 2005. ഏകദേശം 20 ലക്ഷം ആരാധകർ മിരന്തയ്ക്കുണ്ട്. ഇവർ 666 എന്ന സംഖ്യ ഏറ്റവും അധികം ആദരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. Followers as he walks a red carpet into a 500-seat auditorium packed with members of his congregation. Beliefs. We don't believe in sin. We don't believe in the devil. We don't believe that there is such a place like hell. Which makes the Ten Commandments irrelevant. Who are you biblically? I'm Jesus Christ, man, the second coming of Christ. I am. The Old Testament speak about me clearly, and the New Testament also. And he's collecting disciples. Miller has convinced them that they were with him at his crucifixion. Jesus Christ is returned, but only this time in Brazil. For more than 30 years, this man, calling himself Inri Cristo, has preached his own gospel as a supposed reincarnation of Jesus of Nazareth, relocated to Brasilia. 1969, becoming Yuri of Nostradamus and styling himself a prophetic seer,
A decade later, a vision revealed his true nature, and he changed his name from Yuri to Inri, son of God. അവസാന കാലത്ത് അന്തിക്രിസ്തു കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ ഒരു മുദ്രയെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുദ്ര സ്വീകരിക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് അന്തിക്രിസ്തു പ്രകാരം ചെയ്യുന്നത്. എന്നാൽ ഈ മുദ്ര സ്വീകരിക്കുന്നവർ അതിനാൽ തന്നെ അഗ്നിത്തടാകത്തിൽ എന്നേക്കും പീഡിപ്പിക്കപ്പെടുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നതിനും കറൻസികൾ ഏകീകരിക്കുന്നതിനുമായി വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ബയോചിപ്പ് എന്നൊരു സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് വെളിപാടിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മുദ്രയുടെ മുന്നോടിയാണ്. ബയോചിപ്പ് അഥവാ വേരിചിപ്പ് ഒരു അരിമണിയുടെ മാത്രം വലിപ്പമുള്ള ഒരു ചിപ്പ് ഒരു മനുഷ്യന്റെ വലതു കൈയിലോ നെറ്റിയിലോ വയ്ക്കുന്നു. ഈ ചിപ്പ് വഴി ആ വ്യക്തി എവിടെയാണെന്നും അയാളുടെ വിവിധ വ്യക്തിവിവരങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാൻ കഴിയും. ഈ ചിപ്പിലൂടെ മാത്രമേ ഭാവിയിൽ എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നടക്കുകയുള്ളൂ. 20ഓളം കമ്പനികൾ ഇപ്പോൾ ഈ ചിപ്പുകളുടെ നിർമ്മാണ പ്രക്രിയയിലാണ്. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തുകൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. വെളിപാട് 13, 16, 17. ലോകത്ത് ക്രിസ്തീയ രാജ്യങ്ങളടക്കം അനേക രാജ്യങ്ങൾ സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അനുവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്നതാണ് സ്വവർഗ വിവാഹം. സ്വവർഗ വിവാഹമെന്നാൽ സ്വവർഗഭോഗം തന്നെയാണ്. ഈ തിന്മ പെരുകി വരുന്നത് അവസാന നാളുകളായി എന്നതിൻ്റെ ഒരു തെളിവാണ്. ഈ തിന്മ നിറഞ്ഞു കഴിയുമ്പോൾ സോദോം ഗൊമോറയ്ക്ക് സംഭവിച്ചത് ഈ ലോകത്തിനും സംഭവിക്കും. ഡോമ നിയമം നിരോധിച്ചതിന്റെ സന്തോഷ സൂചകമായി നിരവധി സ്വവർഗാനുരാഗികളാണ് രംഗത്തെത്തിയത്. ദീർഘകാലത്തെ സംഘടനകൾക്കൊടുവിൽ നേടിയെടുത്ത ഈ വിജയം തങ്ങളെ അംഗീകരിക്കുന്നതിനുള്ള സൂചനയായാണ് ഇവർ കണക്കാക്കുന്നത്. ഫ്രാൻസിൽ സ്വവർഗ വിവാഹത്തെ അംഗീകരിച്ച് നിയമമുണ്ടായതിന് പിന്നാലെയാണ് ഡോമ നിയമത്തെ നിരോധിച്ച് അമേരിക്കയും രംഗത്തെത്തിയിരിക്കുന്നത്. സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കുന്ന യൂറോപ്പിലെ 8ാമത്തെ രാജ്യവും ലോകത്തിലെ 14ാമത്തെ രാജ്യവുമായിരുന്നു ഫ്രാൻസ്. ഏഷ്യ പസഫിക് മേഖലയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ ആദ്യ രാജ്യം ന്യൂസിലൻഡ് ആയിരുന്നു. ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇത്. ലോകം മുഴുവൻ സ്വവർഗ വിവാഹം അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വവർഗരതിയെ പ്രവണത മാത്രമായി കാണുന്ന വത്തിക്കാൻ നിലപാട് എത്രത്തോളം ശരിയാണെന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ആശങ്കയുയർന്നു കഴിഞ്ഞു. അമേരിക്കൻ വൈദികരിൽ വലിയൊരു വിഭാഗം സ്വവർഗരതിക്കാരാണെന്നാണ് കണക്ക്. സ്വവർഗ വിവാഹങ്ങൾക്ക് മെക്സിക്കൻ നഗരസഭ അംഗീകാരം നൽകി. ഈ മാസം 9-നാണ് ലോകത്തിലെ 2ാമത്തെ വലിയ കത്തോലിക്ക രാഷ്ട്രമായ മെക്സിക്കോയിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം നൽകുന്നത്. സ്വവർഗ വിവാഹങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമം ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നു. ഇനി ഇംഗ്ലണ്ടിൽ സ്വവർഗ വിവാഹങ്ങൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാനാകും.
നിയമം നിലവിൽ വന്ന ദിവസം തന്നെ 1200-ലധികം സ്വവർഗ വിവാഹ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകുന്ന ബില്ലിന് ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് അംഗീകാരം നൽകി. സ്വവർഗ വിവാഹം അനുവദിക്കാനുള്ള കനേഡിയൻ ഗവൺമെന്റിന്റെ നീക്കത്തിന് കാനഡയിലെ സുപ്രീം കോടതി അനുമതി നൽകി. കാനഡയിലെ 10-ൽ 6 പ്രവിശ്യകളിലും പുരുഷന്മാർ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധുത ഇപ്പോൾ തന്നെയുണ്ട്. വിവേചനമില്ലായ്മയും സ്വവർഗ വിവാഹവും ആവശ്യപ്പെട്ടാണ് ഈ വ്യത്യസ്തമായ അണിചേരൽ. ജെറുസലേമിൽ ഈ മാസം 10-ന് സ്വവർഗരതിക്കാർ നടത്തുന്ന റാലിക്കെതിരെ ജൂതമത വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായി. ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ഈ മാസം 10-നാണ് സ്വവർഗരതിക്കാർ തങ്ങളുടെ അഭിമാന റാലി നടത്തുന്നത്. 8000-ഓളം സ്വവർഗരതിക്കാർ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ദില്ലി ഹൈക്കോടതി ഉത്തരവിൽ നിയമപരമായ പിഴവുകളില്ലെന്ന് മന്ത്രിസഭാ ഉപസമിതി വിലയിരുത്തിയിട്ടുള്ളതായും ജെയിൻ വ്യക്തമാക്കി. സ്വവർഗരതിക്ക് നിയമപ്രാബല്യം നൽകുന്ന ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. റിപ്പോർട്ടർ, ദില്ലി. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. 2 പത്രോസ് 2:6. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അടയാളങ്ങൾ കാണിക്കും എന്ന് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ആകാശത്തിലും ഭൂമിയിലും സംഭവിക്കുന്ന ഈ അസാധാരണ പ്രതിഭാസങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് അടയാളം. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ മുമ്പും സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവയൊന്നും മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് വിഷയീഭവിച്ചിരുന്നില്ല. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിലൂടെ ഈ പ്രതിഭാസങ്ങളെ ദൈവം നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുമ്പോൾ അവ അടയാളങ്ങളാകും. സൂര്യനിലും ചന്ദ്രനിലും കൂടെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഈ അടുത്ത കാലത്ത് സൂര്യനിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ശക്തമായ സോളാർ സുനാമികളിൽ ചിലതിൻ്റെ ദൃശ്യങ്ങൾ. ജൂലൈ 19 സൂര്യനിലുണ്ടായ സോളാർ സുനാമിക്ക് ഭൂമിയുടെ 20 ഇരട്ടിയിലധികം വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 40 കിലോയോളം ഭാരം വരുന്ന ഉൽക്ക ചന്ദ്രോപരിതലത്തിൽ പൊട്ടിത്തെറിച്ചതാണ് നാസ പറഞ്ഞത്. ഈ പൊട്ടിത്തെറിയിൽ ചന്ദ്രനിൽ വലിയൊരു പ്രകാശം മിന്നിമാഞ്ഞു. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന ഉൽക്കകൾ നിരീക്ഷിക്കുന്നതിനായി 8 വർഷം മുൻപാണ് നാസ ടെലസ്കോപ്പ് സ്ഥാപിച്ചത്. നാളിതുവരെ രേഖപ്പെടുത്തിയ 300ഓളം സ്ഫോടനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉൽക്ക സ്ഫോടനമാണ് ഇതെന്ന് നാസ വെളിപ്പെടുത്തുന്നു. ചന്ദ്രനിൽ കാണപ്പെട്ട വെളിച്ചം ഏറെ ശക്തമായിരുന്നുവെന്നും ആ സമയത്ത് ചന്ദ്രനെ നോക്കുന്നവർക്ക് ടെലസ്കോപ്പിന്റെ സഹായമില്ലാതെയും അത് കാണാനാകുമായിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. നാസ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ വിസ്മയം ഉളവാക്കുന്നവയാണ്. സയൻസ് ഡെസ്ക്, ഇന്ത്യ വിഷൻ. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. ജോയൽ 2:30. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. ലൂക്ക 21:25. 2004 ശേഷം മനുഷ്യന് മനസ്സിലാകുന്ന ഒരു അടയാളമുണ്ട്. അതാണ് സുനാമി.
ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരേ സമയം അനുഭവപ്പെടുന്ന സുനാമികൾ അഥവാ ടെലി സുനാമികൾ ചരിത്രത്തിൽ തന്നെ വിരളമാണ്. ഇന്ന് സുനാമി എന്ന വാക്ക് തന്നെ മനുഷ്യനിൽ ഭയമുളവാക്കുന്നു. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും എന്ന ലൂക്ക 21:25 പ്രവചനം ഇവിടെ പൂർത്തിയായി. 2004 സുമാത്രയിലും 2011 ജപ്പാനിലുമുണ്ടായ സുനാമികളുടെ ഏതാനും ദൃശ്യങ്ങൾ. ഡിസംബർ 26 ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് 1300 കിലോമീറ്റർ നീളത്തിൽ ഭൗമഫലകം പൊട്ടിപ്പിളർന്നു എന്ന വാർത്ത. ഇതിന്റെ ഫലമായി ഏഷ്യയിലുടനീളം സുനാമി ഉണ്ടായി. സുനാമിയുടെ വിവിധ ദൃശ്യങ്ങൾ. വേളാങ്കണ്ണി, ശ്രീലങ്ക, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കുട്ടികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം കടലാക്രമണത്തിന്റെ നിസ്സഹായരായ ഇരകളായി. കാണാതായവരുടെ ബന്ധുക്കളുടെ നിസ്സഹായ അവസ്ഥയും ജഡം കണ്ടുകിട്ടിയവരുടെ കുടുംബക്കാരുടെ കൂട്ടനിലവിളിയുമാണ് അതുവരെ കുർബാന മാത്രം കേട്ടുണർന്നിരുന്ന വേളാങ്കണ്ണിയിൽ ദുരന്തപ്പിറ്റേന്ന് മുതൽ കേൾക്കുവാൻ കഴിഞ്ഞത്. ഞങ്ങൾ നടന്ന വഴിനീളെ തണുത്ത് നിർജീവമായി ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങളുണ്ടായിരുന്നു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 5000 കിലോമീറ്റർ അകലെയുള്ള സൊമാലിയയിലും 100-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാശം വിതച്ചത് ശ്രീലങ്കയിലാണ്. 4500ഓളം ആളുകൾ മരിച്ചതായാണ് റിപ്പോർട്ട്. മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് ഈ സുനാമി കാരണമായി. പതിനയ്യായിരത്തിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ ജപ്പാൻ സുനാമിയുടെ ദൃശ്യങ്ങൾ. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. ലൂക്ക 21:25. ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും യുഗാന്ത്യം ആസന്നമായി എന്ന് വിളിച്ചോതുന്നു. യുഗാന്ത്യത്തിൽ ഭൂമിയുടെ മേൽ ആഞ്ഞടിക്കാനിരിക്കുന്ന ഉഗ്രമായ കൊടുങ്കാറ്റുകളുടെ മുന്നോടികളാണ് ഇവയെല്ലാം.
ഇത്തരം ഏതാനും കൊടുങ്കാറ്റുകളുടെ ദൃശ്യങ്ങൾ. ശക്തമായ ചുഴലിക്കാറ്റ് വലിയ ട്രക്കുകളെ എടുത്തുപൊക്കി പറത്തുന്നത് ഇവിടെ കാണാം. ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ്. ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടന്റെ തലയിൽ ആഞ്ഞടിക്കും. തന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ കർത്താവിന്റെ ഉഗ്രകോപം ശമിക്കുകയില്ല. അവസാന നാളുകളിൽ നിങ്ങൾ അത് ഗ്രഹിക്കും. ജെറമ്യ 30:23-24. യുഗാന്ത്യത്തിന്റെ ഒരു പ്രധാന അടയാളമായി ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നത് ഭൂകമ്പങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനുമായി പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവശിക്ഷയുടെ മുന്നറിയിപ്പുകളാണ് ഈ ഭൂകമ്പങ്ങൾ. മുമ്പന്നത്തേക്കാൾ അധികം ഈ ഭൂകമ്പങ്ങളുടെ തീവ്രതയും ആവർത്തനവും വർദ്ധിച്ചു വരുന്നു. 2011 നവംബറിൽ എൽ സാൽവഡോറിൽ 24 മണിക്കൂറിനുള്ളിൽ 700-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞ ഇത്തരം ചില ഭൂകമ്പങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 1995-ൽ 6500-ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ജപ്പാനിലെ കോബയിലുണ്ടായ ഭൂകമ്പത്തിന്റെ ദൃശ്യങ്ങൾ. ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ ഉള്ള സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ പോലും തകർന്നടിഞ്ഞു. സെപ്റ്റംബർ 21 2500-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ തായ്വാനിലുണ്ടായ ഭൂകമ്പം. 2001 ജനുവരി 26 20,000-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഇന്ത്യയിലെ ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം.
2005 80,000 പേരുടെ മരണത്തിനിടയാക്കിയ കാശ്മീരിലുണ്ടായ ഭൂകമ്പം. 2010 ജനുവരി 12 3,16,000-ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഹെയ്ത്തി ഭൂകമ്പത്തിന്റെ ദൃശ്യങ്ങൾ. This busy metropolis is reduced to rubble in less than a minute. 2011 ഫെബ്രുവരി 22 ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചേർച്ചിലുണ്ടായ ഭൂകമ്പം. buildings and sparked fires, raising investor 2011 18,000-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ജപ്പാനിലുണ്ടായ ഭൂകമ്പം. 2000 മുതൽ 2012 വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 4 മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളുടെ ഒരു ഗ്രാഫിക് ചിത്രീകരണമാണ് നാം കാണുന്നത്. ഇത്തരം 1,58,440 ഭൂകമ്പങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായതായി കാണാം. ഇതിൽ 2011 ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടായത്. 15,796 ഭൂകമ്പങ്ങൾ. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തിനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകി ആടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. ഏശയ്യ 24:19-20. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വെള്ളപ്പൊക്കവും അവ വിതയ്ക്കുന്ന നാശങ്ങളും യുഗാന്ത്യം ആസന്നമായി എന്നതിന്റെ ഒരു പ്രധാന അടയാളമാണ്. കാനഡയിലെ ക്യൂബക്കിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കം. ജനുവരിയിൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലുണ്ടായ വെള്ളപ്പൊക്കം. ജനുവരിയിൽ മേഘസ്ഫോടനം മൂലം ബ്രസീലിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കം. സെൻട്രൽ യൂറോപ്പിലുണ്ടായ വെള്ളപ്പൊക്കം. ജർമ്മനി, പോളണ്ട്, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഈ വെള്ളപ്പൊക്കം നാശം വിതച്ചു. ജൂണിൽ ചൈനയിലുണ്ടായ വെള്ളപ്പൊക്കം. These are some of the worst floods in Germany in more than 500 years. 2013 ജൂണിൽ വടക്കേ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലുണ്ടായ മേഘസ്ഫോടനവും ശക്തമായ വെള്ളപ്പൊക്കം. Landslides have washed away the roads in the calamity-hit region. Thousands of people have been stranded and a number of people dead after heavy rains and flood.
കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും. ജെറമ്യ 47:2. ഭൂമിയുടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് കുഴിഞ്ഞ് താഴേക്ക് പോകുന്ന പ്രതിഭാസമാണ് സിങ്ക് ഹോൾ. 1 മീറ്റർ മുതൽ 600 മീറ്റർ വരെ ആഴത്തിലും വ്യാസത്തിലും സിങ്ക് ഹോളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകവ്യാപകമായി ഈ പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കാലത്തിന്റെ ഒരടയാളമാണ്. Giant sinkholes. Citizens of Samara live in daily fear of the ground disappearing beneath them. Dozens of holes have sprung up across the city in recent weeks. The sinkholes have left a trail of devastation and reportedly claimed one life. They may look like stills from an apocalyptic horror film, but these images have become a daily reality for residents in a Russian city. The yawning underground caverns are all believed to have sprung up in recent weeks. The slow-motion disaster is threatening all 30 homes in this Northern California neighborhood. Small cracks just weeks ago, now gaping holes, the hillside collapsing. Jagtar Singh watched the ground pull his neighbor's home 10 feet below the street, and he's seen the cracks eat away at his house. Literally opened up. Patrick Elwood standing by at that sinkhole. 96th and Houston is the location. That is a sinkhole right there. There are 3 vehicles in that hole. The fire department, the police department, the water department, Night Corps, all on the scene. A lot of people who live here interested, obviously. All around that sinkhole. Chicago right now is under a flash flood warning. 3 to 5 inches of rain have fallen in the last 24 hours. 1 to 2 more inches are expected. അവസാന നാളുകളിൽ മനുഷ്യരാശിയുടെ മേൽ കല്ലുമഴ പതിക്കുമെന്ന് വെളിപാട് 16:21 പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ദൃഷ്ടാന്തമായി ഭൂമിയിലെ പല സ്ഥലങ്ങളിലും കല്ലുകളും ഉൽക്കകളും പതിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഏതാനും ചില വാർത്തകൾ. മരണനക്ഷത്രമെന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രത്തെക്കുറിച്ച് വന്ന ഒരു പത്രവാർത്ത. വൻ ഉൽക്കകളും മഞ്ഞും പാറയുമായ വൻ ഗോളങ്ങളും ഭൂമിയിലേക്ക് തള്ളിവിടാൻ കഴിയുന്നതാണ് ഈ നക്ഷത്രം. തമിഴ്നാട്ടിലെ 3 ഗ്രാമങ്ങളിലുണ്ടായ കന്മഴയെക്കുറിച്ചുള്ള വാർത്ത. ഏതാണ്ട് 30 കിലോയോളം ആയിരുന്നു ഓരോ കല്ലിന്റെയും ഭാരമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. அடைந்து வெளியே வந்து பார்த்தபோது சுமார் 30 கிலோ எடையுள்ள ராட்சத கல் ஒன்று சாலையில் விழுந்து நொறுங்கி கிடந்தது. இதனால் அந்த இடத்தில் 5 அடி சுற்றளவில் 3 அடி ஆழத்திற்கு பள்ளம் ஏற்பட்டது. இந்த கல்லில் இருந்து கரும்புகை கிளம்பியதால் பொதுமக்கள் பீதி அடைந்தனர். துரைசாமி என்பவரின் நிலத்திலும் இதே போல ராட்சத கல் ஒன்று விழுந்து பல அடி ஆழத்திற்கு பூமிக்குள் சென்று விட்டது.
ரவுத்தப்பள்ளி கிராமத்திலும் ஒரு வீட்டின் அருகே கல் ஒன்று விழுந்து பீதியை கிளப்பியது. 2013 ഏപ്രിൽ 14 യുഎസ്എയിലെ കണക്ടിക്കറ്റിലുണ്ടായ ഉൽക്കാപതനത്തെക്കുറിച്ചുള്ള വാർത്ത. Dropped by a plane on Friday night. When scientists confirmed otherwise, the darkening really, a copper pipe stopped it. A loud boom was heard along the shoreline just before that meteorite came crashing down. Those experts say it most definitely could have been that meteorite that really caused that sonic. 2013 ഫെബ്രുവരി 15 റഷ്യയിലെ സൈബീരിയയിലുണ്ടായ ശക്തമായ ഉൽക്കാപതനത്തെക്കുറിച്ചുള്ള വാർത്ത. ഇതിൽ 1000-ൽ പരം ആളുകൾക്ക് സാരമായ പരിക്കേൽക്കുകയുണ്ടായി. A plane crash? Is this a rocket attack, a UFO? But when it comes to the Urals region in Chelyabinsk, the city in Russia, it's actually a meteor shower. This is what took place. കവിണയിൽ നിന്നെന്ന പോലെ ക്രോധത്തിന്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും. ജ്ഞാനം 5:22. താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. വെളിപാട് 16:20. യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും ഏറ്റവും വലിയ അടയാളമായി പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാട്ടുന്നത് ക്രിസ്തീയ സഭയുടെ വിശ്വാസത്യാഗമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുകയില്ലെന്ന് അവിടുന്ന് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. എന്താണ് വിശ്വാസത്യാഗം? വിശ്വാസ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരും വിശ്വാസത്തിന്റെ പ്രചാരകരുമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭ അത് ഔദ്യോഗികമായി തള്ളിക്കളയുന്നതാണ് വിശ്വാസത്യാഗം. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. 2 തെസ്സലോനിക്ക 2:3-4. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ 3 അടിസ്ഥാനങ്ങൾ. 1. ഏകസത്യവും ദൈവത്തെ അറിയാനുമുള്ള ഏക വഴിയും ദൈവവചനമാണ്. 2. യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ, മറ്റാരിലും രക്ഷയില്ല. 3. സകലത്തിന്റെ സൃഷ്ടാവും നിയന്താവും യേശുക്രിസ്തു വെളിപ്പെടുത്തി തരുന്നവനുമായ ദൈവപിതാവാണ് ഏകസത്യദൈവം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളായി 20 നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന ഇവ 3 ഇന്നത്തെ സഭകൾ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ പാടെ ഉപേക്ഷിക്കുകയോ ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? വിശ്വാസത്യാഗത്തിന്റെ ദൃഷ്ടാന്തങ്ങളായ ഏതാനും സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ബൈബിൾ യക്ഷിക്കഥയോ അതോ നാടോടിക്കഥയോ അതോ ഡിറ്റക്റ്റീവ് നോവലോ? ദൈവവചനം സത്യമാണെന്നും ആകാശവും ഭൂമിയും കടന്നുപോയാലും കടന്നു പോകാത്തതാണെന്നും നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ പല ബൈബിൾ പണ്ഡിതന്മാരുടെയും പഠനമനുസരിച്ച് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പല സംഭവങ്ങളും യക്ഷിക്കഥകളും അപസർപ്പ കഥകളും നാടോടി കഥകളുമൊക്കെയാണ്. ജോബ്, യോന തുടങ്ങിയ പല പ്രവാചകന്മാരും നീതിമാന്മാരും വെറും സാങ്കല്പിക കഥാപാത്രങ്ങളാണെന്നത്രേ അവരുടെ ഭാഷ്യം. ഇത് സഭകളിൽ സംഭവിച്ചു കഴിഞ്ഞ വിശ്വാസത്യാഗത്തിൻ്റെയും ദൈവവചന നിഷേധത്തിൻ്റെയും തെളിവുകളാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ലെന്നും അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുതെന്നും ദൈവം പറയുന്നു. എന്നാൽ കത്തോലിക്കാ സഭ ഇതാ സമ്പൂർണ്ണ ബൈബിളിന്റെ ദുർവ്യാഖ്യാനവുമായി രംഗത്ത്. കേരള കത്തോലിക്കാ സഭ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവസാന വാക്കായി കരുതുന്ന ദൈവശാസ്ത്രജ്ഞരായ ഡോക്ടർ ജോസഫ് പാംപ്ലാനി, ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം, ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ കിഴക്കയിൽ എന്നിവർ ചേർന്ന് പുറത്തിറക്കിയ ആൽഫ ബൈബിൾ വ്യാഖ്യാനം.
വിവിധ വിജാതീയ സംസ്കാരങ്ങളിൽ പണ്ടുകാലത്ത് പ്രചാരത്തിലിരുന്ന യക്ഷിക്കഥകളും നാടോടി കഥകളും ചില മാറ്റങ്ങൾ വരുത്തി എഴുതിയുണ്ടാക്കിയതാണ് ബൈബിളിലെ തോബിത്ത്, ജോബ്, യൂദിത്ത്, യോന, ഉൽപ്പത്തി തുടങ്ങിയ ഗ്രന്ഥങ്ങളെന്ന് ഈ ദൈവശാസ്ത്രജ്ഞർ പഠിപ്പിക്കുന്നു. ആൽഫ ബൈബിൾ വ്യാഖ്യാനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതൊരു സംഭവ വിവരണമല്ല, മനോഹരമായ ഒരു കാവ്യമാണ്. തോബിത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കൃതജ്ഞതയുള്ള പരേതൻ, വധുവിന്റെ അറയിലെ ഭീകരസത്വം എന്നീ നാടോടി കഥകളിലെ ഘടകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിഖ്യാത ബൈബിൾ പണ്ഡിതൻ ഡോക്ടർ ജോസഫ് പാംബ്ലാനി: ഒരു കാലഘട്ടത്തിലെ സംസ്കാരത്തെ നിർണയിച്ച ഐതിഹ്യങ്ങളെ, കെട്ടുകഥകളെ, വെറും ഇങ്ങനെയുള്ള യക്ഷിക്കഥകൾ പോലെയുള്ള അപസർപ്പക കഥകളെ ഒക്കെ വിശുദ്ധ ഗ്രന്ഥകാരൻ ദൈവീക രഹസ്യം വെളിപ്പെടുത്താനുള്ള മാധ്യമങ്ങളായിട്ട് ഉപയോഗിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ അർത്ഥവത്തായ വസ്തുത. യോബിന്റെ കഥ വിജാതിയരുടെ ഇടയിൽ ഉടലെടുത്ത ഒരു കഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ബൈബിൾ പണ്ഡിതനായ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം: നമ്മൾ ഓർക്കണം, ജോബ് ഒരു കഥാപാത്രമാണ്. ജോബിന്റെ പുസ്തകം നാടകീയ ശൈലിയിൽ രചിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം സഭാവിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ അവകാശപ്പെടുന്നു. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ: വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. 2 പത്രോസ് 1:20-21. നിത്യരക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ടെന്നും കർത്താവിൻ്റെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അവയിൽ നിന്നൊന്നും എടുത്തു മാറ്റുകയോ ചെയ്യരുതെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അന്യമത ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരണികൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യയിലെ മെത്രാൻ സംഘത്തിൻ്റെ അനുവാദത്തോടുകൂടി കത്തോലിക്ക സഭ പുറത്തിറക്കിയ ബൈബിളാണ് കമ്മ്യൂണിറ്റി ബൈബിൾ. ഇത് യുഗാന്ത്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ വിശ്വാസത്യാഗം സഭയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഇതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്ത നമുക്ക് കാണാം. ഹൈന്ദവ പുരാണങ്ങളിലെയും ഉപനിഷത്തുകളിലെയും വചനങ്ങൾ ചേർത്ത പുതിയ ബൈബിൾ ശ്രദ്ധിക്കപ്പെടുന്നു. കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ ബൈബിളിൽ സാരി ഉടുത്ത കന്യാമറിയവുമുണ്ട്. ഭഗവത്ഗീത, ഗീതാഞ്ജലി തുടങ്ങിയവയിലെ ഉദ്ധരണികളും മീരാബായിയുടെ കൃഷ്ണസ്തുതികളും ചേർത്താണ് കമ്മ്യൂണിറ്റി ബൈബിൾ പുറത്തിറക്കിയിട്ടുള്ളത്. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഇവയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. 1990 മുംബൈയിൽ ചേർന്ന ക്രൈസ്തവ പണ്ഡിത സമ്മേളനമാണ് ഇത്തരത്തിൽ ഭാരതീയവൽക്കരിച്ച ബൈബിൾ പുറത്തിറക്കാൻ തീരുമാനിച്ചത്. അന്യമത ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ബൈബിൾ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. ഈ ടെക്സ്റ്റുകൾ ബൈബിളിലേക്കും ബൈബിൾ വ്യാഖ്യാനത്തിലേക്കും എടുക്കുമ്പോൾ അതിനെ വ്യക്തമായൊരു ക്രൈസ്തവ വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്താണ് അത് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ കൃഷ്ണനെ കുറിച്ചായിരിക്കും മീരാഭായിയുടെ ഭക്തി, പക്ഷേ ഇവിടെ മഗ്ദലന മറിയത്തിന്റെ യേശുവിനോടുള്ള ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് മീരാഭായിയുടെ കവിത ഉദ്ധരിക്കുന്നുണ്ട്. അത് ആ ഉദ്ധരണിയെ അവിടെ ക്രൈസ്തവമായൊരു പശ്ചാത്തലത്തിൽ ആണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണവും ഭാരതീയ ശൈലിയിലാണ്. ബൈബിൾ പുറത്തിറങ്ങിയിട്ട് അധികമാവാത്തതുകൊണ്ട് വിശ്വാസികളുടെ പ്രതികരണം വന്നു തുടങ്ങിയിട്ടില്ല. സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും. നീ നുണയനാവുകയും ചെയ്യും. സുഭാഷിതം 30:5-6. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുതെന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ മറ്റുള്ളവരെ അനുകരിക്കരുതെന്നും ദൈവമായ കർത്താവ് കർശനമായി കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അനുരൂപണം എന്ന ഓമന പേരിൽ സഭകൾ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഈ ദൈവകൽപ്പനയുടെ നഗ്നമായ ലംഘനമാണ്. ഇതവരിൽ നിറഞ്ഞിരിക്കുന്ന
വിശ്വാസത്യാഗം വിളിച്ചോതുന്നു. ഒരു ഉദാഹരണം നമുക്ക് കാണാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വഴിയായി കത്തോലിക്കാ സഭയിൽ നടപ്പിലാക്കിയ ആരാധന അനുരൂപണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ സ്ഥാപിക്കപ്പെട്ട ശാന്തിവനം എന്ന ബെനഡിക്റ്റൻ ആശ്രമവും ദൈവാലയവും. ദൈവപിതാവിനെ ആരാധിക്കുന്നതിൽ മറ്റുള്ളവരെ അനുകരിക്കരുത് എന്ന ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് കത്തോലിക്കാ പുരോഹിതർ ക്രിസ്തീയമല്ലാത്ത ആരാധനാ രീതികളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടത്തുന്നു. அனைவரும் இது வாங்கி உண்ணுங்கள். யானை எதிர்க்கும் இது பாவ மன்னிப்புங்கிறது உங்களுக்கு. ശാന്തിവനം ആശ്രമ ദേവാലയത്തിലെ ചില ദൃശ്യങ്ങൾ. ശാന്തിവനം ആശ്രമത്തിൽ നടന്ന പൂജവയ്പ്പിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഏഴു തലയുള്ള സർപ്പത്തിന്റെ കീഴിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപവും ഇവിടെ കാണാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനമനുസരിച്ച് ഇതര മതങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ബെനഡിക്റ്റൈൻ കോൺഗ്രിഗേഷനാണ്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ് തന്നെ പറയുന്നുണ്ട്. ഗോഡ് ഈസ് ദ റേസ് ഓഫ് ഗ്രേസ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ഓൾ ദ റിലീജിയൻസ്. അതുപോലെ തന്നെ മറ്റുള്ള മതത്തിലുള്ള നല്ല കാര്യങ്ങൾ, മറ്റുള്ള കൾച്ചറിൽ ഉള്ള നല്ല കാര്യങ്ങൾ സഭ അംഗീകരിക്കുകയും അത് പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിയമാവർത്തനം 12:4. യേശുക്രിസ്തു വെളിപ്പെടുത്തി തരുന്നവനും സകലത്തിന്റെയും സ്രഷ്ടാവുമായ ദൈവമാണ് ഏക കർത്താവെന്നും അവിടുത്തെ മാത്രമേ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാവൂ എന്നും അവിടുന്ന് നൽകിയ കൽപ്പനയാണ് ഒന്നാം പ്രമാണം. ഈ പ്രമാണത്തിന്റെ ഭാഗമാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ ദൈവം വിലക്കേറ്റുള്ള രീതിയിൽ അവിടുത്തെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പന. എന്നാൽ വിഗ്രഹങ്ങളിലൂടെയും ദൈവത്തെ ആരാധിക്കാമെന്ന് ഇന്ന് ക്രിസ്തീയ സഭകൾ പഠിപ്പിക്കുന്നു. ഇത് സഭകളിൽ സംഭവിച്ചു കഴിഞ്ഞ വിശ്വാസത്യാഗത്തിന്റെ മറ്റൊരു ഉദാഹരണം. കർണാടക സംസ്ഥാനത്തെ ബെൽഗാമിൽ ഈശോ സഭയുടെ കീഴിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനത്തിന്റെ ചുവട് പിടിച്ച് സ്ഥാപിതമായിരിക്കുന്ന കത്തോലിക്കാ ദേവാലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ദൈവം പറഞ്ഞു, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ അവ ഭവനത്തിൽ സൂക്ഷിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഈ സഭാപുരോഹിതർ പറയുന്നു, വിഗ്രഹാരാധനയാവാം, ഏതുതരം മൂർത്തിയിലൂടെയും ദൈവത്തെ ആരാധിക്കാം, വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിന്റെ ശക്തി അറിയാം. അതുപോലെ തന്നെ മൂർത്തി പൂജ എന്നല്ല നമ്മൾ പറഞ്ഞ് പഴയ കാലത്ത് ഇത് ഒരു കീഴായി നോക്കുന്ന ഒരു മനോഭാവയിലുണ്ടായിരുന്നു. എന്നാൽ ഈ മൂർത്തിയിൽ കൂടെ അനന്ത ദൈവത്തിന്റെ ശക്തിയാണ്.
this is the body of Christ. ഈ സിംബിൾസിൽ കൂടെ നമ്മൾ കാണുന്നത് ദൈവത്തെയാണ്. ഇവിടെ പള്ളിയിൽ ലിംഗഭജനം, ആ ലിംഗായ ജനര് ആ ലിംഗത്തിൽ കൂടെ അവർ ദൈവത്തെ ദർശിക്കുകയാണ്. ഈ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഏരിയയിൽ ലിംഗായത്തുകാരാണ് കൂടുതലുള്ളത്. അവർ ഈ പള്ളിയിൽ വരുന്നത് കൂടുതലായിട്ട് ലിംഗായത്തുകാരാണ്. സോ അവർക്ക് ആ ലിംഗം കാണുമ്പോൾ ആ ലിംഗത്തിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു ദർശനം അവർക്ക് ലഭിക്കുന്നു. നമ്മൾ ക്രിസ്ത്യൻസ് ആ ലിംഗത്തിൻ്റെ അവരുടെ ആ ഒരു കൾച്ചറിനെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ടബർനാക്കൾ ആ ലിംഗത്തിൻ്റെ രൂപത്തിലുണ്ടാക്കി അവിടെ നമ്മുടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാം. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മൾ ആ ലിംഗത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെയും വെക്കുകയാണ്. സോ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു താല്പര്യം ഇവിടെ വരാനും പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുണ്ടാകും. സോ അതുകൊണ്ട് ആ ലിംഗം അത് ഈ ജനങ്ങളുടെ ഒരു മനസ്സിനെ കൂടുതൽ ആകർഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ലിംഗത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ടബർനാക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫാദർ മെനീനോ ഗോൺസാൽവസ് SJ, ഇദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഇദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെ വിചിത്രമായ കാഴ്ചകൾ. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണങ്ങൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. ജ്ഞാനം 14:27-28. ക്രിസ്തീയ സഭകളിൽ സംഭവിച്ചു കഴിഞ്ഞ വിശ്വാസത്യാഗത്തിന്റെ മറ്റൊരു ഉദാഹരണം. വയനാട് മാനന്തവാടി ഇടയൂർക്കുന്നിലെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛന്റെ നാമധേയത്തിലുള്ള പള്ളി ഏറെ ശ്രദ്ധേയമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്ര മാതൃകയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ശിവലിംഗത്തിന്റെ ആകൃതിയാണത്രേ പള്ളിക്ക്. ഭാരത സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം പള്ളിയിൽ വെച്ചിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രമാണോ ക്രൈസ്തവ ദേവാലയമാണോ എന്ന് സംശയം തോന്നുന്നു. ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള ഈ കത്തോലിക്ക പള്ളിയിൽ സർവ്വമതചിഹ്നങ്ങളും ഉപനിഷത്ത് വാക്യങ്ങളും ഭാരത സംസ്കാരത്തിന്റെ നേരറിവുകളും കാണാം. അമ്പലങ്ങളിൽ ഉള്ളതുപോലെ കൽവിളക്കുകളും തൂക്കുവിളക്കുകളും ഇവിടെ കാണാം. ക്ഷേത്രങ്ങളിലേതുപോലെ മണിയടിച്ചാണ് പ്രവേശനം. അൾത്താരയിൽ ബലിപീഠത്തിന് ഇരുവശങ്ങളിലുമായി വെച്ച ആനയുടെ രൂപം ഏറെ ശ്രദ്ധേയമാണ്. ആനയോളം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു മൃഗവുമില്ലെന്നതാണ് ഇതിന് കാരണം. ദേവാലയത്തിനുള്ളിൽ യേശുദേവനെ നടരാജ വിഗ്രഹമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വേദശാന്തി മന്ത്രവും ഈശോവാസ്യോപനിഷത്തിലെ വരികളും പള്ളിയിൽ ആലേഖനം ചെയ്തതിലൂടെ ഉപനിഷത്തിലും ബൈബിളിലും പറയുന്നത് ഒന്നാണെന്ന് ഈ പള്ളി സമർത്ഥിക്കുന്നു. ഹിന്ദുമത ചിഹ്നമായ ഓം, ബുദ്ധമതത്തിന്റെ ധർമ്മചക്രം, ജൈനമതത്തിന്റെ സ്വസ്തിക്, ഷിൻഡോയിസത്തിന്റെ ഗേറ്റ്, ഇസ്ലാം മതത്തിന്റെ ചിഹ്നം, യഹൂദമതത്തിന്റെ ചിഹ്നം തുടങ്ങി ലോകത്തെ സർവ്വമതചിഹ്നങ്ങളും ദേവാലയത്തിന്റെ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. സരസ്വതിയുടെ ഇരിപ്പിടമായ താമരയും കൃഷ്ണന്റെ മയിൽപീലികളും ഈ പള്ളിയിൽ കാണാം. പള്ളിയുടെ ഈ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഫാദർ ഫ്രാൻസിസ് ഞള്ളമ്പുഴയാണ്. മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഫാദർ. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. യെശയ്യാ 5:20-24. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ചിന്തയേ ഉള്ളൂ, ഒരു പ്രബോധനമേ ഉള്ളൂ, ഒരു അധികാരമേ ഉള്ളൂ.
എന്നാൽ ഇന്ന് ക്രിസ്തീയ സഭകൾക്കുള്ളിലും സഭകൾ തമ്മിലും നിറഞ്ഞു നിൽക്കുന്ന ഭിന്നതകളും കലഹങ്ങളും സഭകളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ബത്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചു എന്ന് കരുതപ്പെടുന്നിടത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ ക്രിസ്തീയ പുരോഹിതന്മാർ തമ്മിൽ അടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്ത. Someone overstepped the line. What started as a sweep up ended as a punch up. The broomstick was the weapon of choice. Palestinian police eventually had to intervene. Remarkably, scuffles among the priesthood in Bethlehem are not unusual. Most years they come to blows over territorial disputes within the church. ഭാരത ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സഭാ മേലധ്യക്ഷന്മാർ വിശ്വാസികളുമൊത്ത് തെരുവിലിറങ്ങുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെ വിവിധ കോടതികളിൽ വർഷങ്ങളായി നൂറുകണക്കിന് കേസുകൾ നടത്തിയിട്ടും തീരുമാനമാകാത്തതിനു പിന്നിൽ ഇരു സഭകളിലെയും 50-ലധികം ബിഷപ്പുമാരുടെ ധാർഷ്ട്യം നിമിത്തമാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വിശ്വാസികൾ മരിച്ചാൽ സംസ്കാരം നടത്തുന്നതിന്റെ പേരിൽ കൊലവിളി നടത്തുന്നവർ ഇരു സഭകളിലെയും വിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തിന് യാതൊരു തടസ്സവും ഉന്നയിക്കാറില്ല. ലക്ഷങ്ങൾ സ്ത്രീധനമായി കിട്ടുന്ന കല്യാണങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഇരുകൂട്ടരും തയ്യാറല്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെപ്പോലും അപകടത്തിലാക്കുന്ന തെരുവുയുദ്ധം അവസാനിപ്പിക്കാൻ മറ്റ് ക്രൈസ്തവ സഭകളോ സംഘടനകളോ മുന്നോട്ട് വരാത്തത് ശ്രദ്ധേയമാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് സ്വത്ത് സംരക്ഷിക്കാൻ കൊലവിളിയുമായി റോഡിൽ കിടക്കുന്നത്. സംസ്ഥാനത്തെ പരിസ്ഥിതി വികസന വിഷയങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന അഭിവന്ദ്യന്മാരാണ് തെരുവുഗുണ്ടകളെ പോലെ ഏറ്റുമുട്ടുന്നത്. സർവ്വസംഘ പരിത്യാഗികളെന്നടിക്കുന്ന പരിശുദ്ധനും ശ്രേഷ്ഠനും തമ്മിലുള്ള പോരാട്ടം ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് പറയാതെ വയ്യ. റോയി മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. യൂദാസ് 1:18-19. യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഭീകരപ്രവർത്തനങ്ങളും ലോക ജനതയുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയെ അനേക തവണ നശിപ്പിക്കാൻ ശേഷിയുള്ള അണ്വായുധങ്ങൾ പല രാജ്യങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ സമ്പൂർണ്ണ നാശം എന്നത് അസംഭവ്യമായ ഒരു കാര്യമേ അല്ല. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ വികലമായ മനസ്സിൽ തോന്നുന്ന അപക്വമായ ഒരു ചിന്ത മതി അതിന്. ലോകത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിന് കാരണമായേക്കാവുന്ന ഭീകരപ്രവർത്തനത്തിൻ്റെയും ആഭ്യന്തര കലാപത്തിൻ്റെയും പിടിയിലാണ് ഇന്ന് ലോകം. അവയെക്കുറിച്ചുള്ള ചില വാർത്തകൾ. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിനെ സമീപത്ത് ആയുധങ്ങളുമായി ഹമാസ് നടത്തിയ പ്രകടനത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. Say that they're with the protesters and no longer with Muammar Gaddafi's regime. Of course, big
The images today from southwest. Some 20 million outraged citizens have flooded cities across the nation, and at least 7 people have been killed and more than 600 injured. And over a territorial dispute, some in Shenzhen are even calling for a bloodbath. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. മത്തായി 24:6. അവസാന കാലത്ത് ലോകം ദുഷ്ടന്റെ കരവലയത്തിലായി തീരുമെന്ന് ബൈബിൾ പ്രവചിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്ത് തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നത് നീതിബോധമുള്ള മനസ്സുകളെ വേദനിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. 2 തിമോത്തിയോസ് 3:1-4. ഏതാനും ചില മേഖലകളിലെ ചുരുക്കം ചില അടയാളങ്ങൾ മാത്രമാണ് നാം വിശകലനം ചെയ്തത്. നമുക്ക് ചുറ്റും മറ്റനേകം അടയാളങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവസാന കാലത്ത് അറിവ് വർദ്ധിക്കുമെന്നും ജനം അങ്ങുമെങ്ങും ഓടി നടക്കുമെന്നും ദൈവവചനം പ്രവചിച്ചിരിക്കുന്നു. കഴിഞ്ഞ 50 വർഷമായി ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യൻ സ്വന്തമാക്കിയ അറിവും കുതിച്ചുചാട്ടവും അത്ഭുതാവഹമാണ്. ഇതുപോലെ ക്രിസ്തീയ സഭകളിലും മറ്റനേകം അടയാളങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കാലത്തിൻ്റെ ഈ അടയാളങ്ങൾ നാം പരിശോധിച്ചത് ഇത് വീക്ഷിക്കുന്നവരുടെ മനസ്സിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനോ ഫരിസേയ മനോഭാവത്തോടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് നമുക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന അടയാളങ്ങൾ നാം തിരിച്ചറിയാനും ജാഗരൂകതയോടും നീതിബോധമുള്ള മനസ്സോടും കൂടെ ദൈവപുത്രന്റെ പ്രത്യാഗമനത്തിന് സ്വയം ഒരുങ്ങാനും വേണ്ടിയാണ് നാം ഇവ വിശകലനം ചെയ്തത്. യേശുക്രിസ്തു മഹത്വത്തോടെ പ്രത്യാഗമനം ചെയ്യുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുന്ന ജനങ്ങൾ 2 ഗണത്തിൽപ്പെട്ടവരായിരിക്കുമെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്തപ്രജ്ഞരായിത്തീരുന്ന ഒരു ഗണം, തങ്ങളുടെ വിമോചനം ആസന്നമായതിനാൽ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന 2ാമത്തെ ഗണം,
ഇതിൽ ഏത് ഗണത്തിൽപ്പെട്ടവരാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?